ദൈവത്തിന്റെ ആത്മാവ് ആമേൻ നിന്നോട് ദൂത് പറയുകയാണ്. ആമേൻ ദൂത് പറയുകയാണ്. ആമേൻ പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. നശിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. ആമേൻ ഇതിനപ്പുറത്ത് നിനക്കൊരു ഭാവിയുണ്ട്. ആമേൻ ഇതിനപ്പുറത്ത് ആമേൻ ദൈവത്തിന് നിന്നെ കുറിച്ച് ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത ഒരു വലിയ ദർശനമുണ്ട്. ആമേൻ സ്തോത്രം. അതിലേക്ക് നിന്നെ അവൻ നടത്താൻ വിശ്വസ്തനാണ്. നീ ഇതുവരെ കണ്ടതൊന്നും ഒന്നുമല്ല, നീ ഇതുവരെ കാണാത്തത്. ആമേൻ നീ ഇതുവരെ ചിന്തിക്കാത്തത്. ആമേൻ പ്രൈസ് ദി ലോർഡ്. നിന്റെ ഭാവനയിൽ ഒന്നും നിനക്ക് കാണാൻ പറ്റാത്തത് ദൈവം നിന്നെ കുറിച്ച് കരുതി വെച്ചിരിക്കുന്നു. നിന്നെ കുറിച്ച് ആമേൻ ആമേൻ സ്വർഗത്തിൽ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നു. നീ പരാജയപ്പെട്ടാൽ പോലും ദൈവം നിന്നെ പരാജയത്തിൽ വിട്ടുകൊടുക്കത്തില്ല. നീ വേണ്ടെന്ന് പറഞ്ഞാൽ പോലും ദൈവം വിട്ടുകൊടുക്കത്തില്ല. ആമേൻ. ഏലിയാവിനോട് ഏലിയാവ് പറഞ്ഞു, കർത്താവേ മതി, കർത്താവേ മതി, കർത്താവേ. ദൈവം അവനെ വിട്ടില്ല. ദൈവം അവനെ വിട്ടില്ല. കാരണം അവന് പോലും ഒരു ശുശ്രൂഷകനെ ആമേൻ സ്തോത്രം കൊണ്ട് മാത്രം ചെയ്തെടുക്കാൻ പറ്റുന്ന ചിലതുണ്ടായിരുന്നു. അത് മറ്റാരെ കൊണ്ട് ചെയ്തെടുക്കാം. കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന കോടാനുകോടി മനുഷ്യരെ കൊണ്ട് ആരെ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റാത്തതാണ് ഏലിയാവിനെ കൊണ്ട് ചെയ്തെടുക്കാനുണ്ടായിരുന്നത്. ദൈവത്തിന് നല്ല ഉറപ്പുണ്ടായിരുന്നതുകൊണ്ട് അവൻ പറഞ്ഞു മതി എന്ന് പറഞ്ഞിട്ട് ദൈവം അവനെ വിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ ഏറിയ ആമേൻ ആത്മപ്രചോദനത്തോടെ ആധികാരികതയോടെ ഞാനൊരു കാര്യം പറയട്ടെ, നീ മതിയെന്ന് പറഞ്ഞാലും ദൈവം നിന്നെ വിടത്തില്ല. ഹല്ലേലൂയ. അത്രയും വിലയാ നിന്നിൽ ദൈവം കൊടുത്തത്. അത്രയും പണിയാ ദൈവം നിന്നിൽ ചെയ്തത്. അത്രയും സമയമാ ദൈവം നിന്നിൽ കൊത്തി 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 കൊണ്ടുവന്നത്. അത്രയും ആമേൻ ആമേൻ ഇൻവെസ്റ്റ്മെന്റ് ആണ് സ്വർഗത്തിന്റെ ആമേൻ ഭൂമിയുടെ ഇൻവെസ്റ്റ്മെന്റ് നിന്നിൽ ഇട്ടത് ദൈവം. അതുകൊണ്ട് ദൈവം ഉദ്ദേശിച്ചത് ചെയ്തെടുപ്പാൻ തക്ക രീതിയിൽ ആമേൻ ദൈവം നിന്നെ ശക്തീകരിച്ച ആമേൻ സ്തോത്രം ഒരു വലിയ ആമേൻ പ്രവൃത്തി പിന്നെയും നിന്നിലൂടെ ചെയ്തെടുത്തിട്ടല്ലാതെ ദൈവം നിന്നെ വിടത്തില്ല. ദൈവം മുറുക്കി പിടിച്ചിരിക്കുക. ദൈവം നിന്നെ മുറുക്കി പിടിച്ചിരിക്കുക. വിടത്തില്ല. ഞാൻ നിന്നെ വിടത്തില്ല. ഒരു സിംഹത്തിന് ഞാൻ നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു അമ്മയുടെ കയ്യിൽ ഒരു കുഞ്ഞ് ശാന്തമായി ഉറങ്ങുന്നത് പോലെ ആമേൻ ദൈവം നിന്നെ ചുറ്റിയിരിക്കുക. ദൈവത്തിന്റെ ദൂതഗണങ്ങൾ നിന്റെ കൂടെയുണ്ട്. ആമേൻ. ഒരർത്ഥവും നിനക്ക് ഭവിക്കില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കില്ല. നിന്നെ കാക്കേണ്ടതിനവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ആമേൻ. വെറുതെ പറയുന്നത് ഇതൊക്കെ മാത്രമാണ് എന്റെ ജീവിതത്തെ കാര്യങ്ങൾ. വളരെ കൈത്തോറി, വളരെ തിക്തമായ, വളരെ ആമേൻ ആമേൻ ചുട്ട പരിഭൂമിയിലൂടെ ആമേൻ 16 വർഷങ്ങൾ ഞാൻ വിശ്വാസ മണ്ഡലത്തിൽ നിന്നത്. എന്നോട് ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എന്നോട് മാത്രം എന്റെ ഇങ്ങനെ ദൈവമേ, ആമേൻ സ്തോത്രം എനിക്ക് മാത്രം എന്റെ ഇങ്ങനെ ദൈവമേ എന്ന് ഞാൻ ചോദിച്ച സ്ഥാനത്ത് ദൈവം എന്നോട് പറഞ്ഞു, ഞാനൊരു പണി ചെയ്തെടുക്കുകയാണ്. നിനക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റാത്ത പണി. ആമേൻ. ആർക്കും ആമേൻ നിന്നെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റാത്തൊരു പണി ഞാൻ നിന്നെ ചെയ്തെടുക്കുകയാണ്. ആമേൻ സ്തോത്രം. ആമേൻ. ശത്രു കേടായി പോയി, അഴുക്കായി പോയി, ആമേൻ ചീഞ്ഞു പോയെന്ന് ആമേൻ പറയുമ്പോൾ ആമേൻ സ്തോത്രം അതിൽ നിന്നൊരു മുള, ആമേൻ അതിൽ നിന്നൊരു വിത്ത് ആമേൻ സ്തോത്രം മുള പൊട്ടി പുറത്തു വരുന്നത് പോലെ ലോകത്തിന് നിഷേധിക്കാൻ പറ്റാത്ത ചിലത് ആമേൻ സ്തോത്രം പുറത്തെടുക്കുക ഞാൻ നിന്നെ ഉപയോഗിക്കും. ക്ഷമയോടെ നീ നിൽക്കുക.
ക്ഷമ നശിച്ച സാഹചര്യങ്ങളുണ്ട്, ഭ്രാന്തായി പോയ അനുഭവങ്ങളുണ്ട്, മതി കർത്താവേ എന്ന് പറഞ്ഞ സാഹചര്യങ്ങളുണ്ട്. അതിന്റെ മധ്യത്തിൽ എല്ലാം ദൈവം നിർത്തി. ആമേൻ. സ്തോത്രം. ഇന്ന് പകൽക്കാലിന് കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലേ, നീ പറയരുത് മതിയെന്ന് നീ പറയരുത്. പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ആരുമില്ല നിനക്കെന്ന് നീ പറയരുത്. ആമേൻ. സ്തോത്രം. ആമേനെ കണ്ണു ആത്മനയനം ഒന്ന് തുറന്നൊന്ന് നീ നോക്കിയേ. ആമേ, നിനക്ക് വേണ്ടി ചങ്കിലെ ചോര കൂട്ടിയ കർത്താവ് ആത്മാവിനോട് ചേർന്നിരിക്കുന്നുണ്ട്. ആമേ, അവന്റെ വലിയ സംരക്ഷണം നിനക്കുണ്ട്. ആമേൻ. നീ ഏകനല്ല, നീ ഏകയല്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവൻ നിന്റെ കൂടെയുണ്ട്. Amen. Heaven is backing up you. Amen. You are not alone. The great armies of Almighty God is encircling you. Hallelujah. എലീശ പറഞ്ഞു. ആമേൻ. സ്തോത്രം. എലീശ. ആമേൻ. സ്തോത്രം. എലീശയുടെ ശിഷ്യൻ പറഞ്ഞു. ആമേൻ. സൈന്യം വന്ന് മൊത്തം മൂടിയിരിക്കുകയാണ്. എന്താ? സൈന്യം വന്ന് മൊത്തം മലകൾ മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. നിന്നെ പിടിക്കുമെന്നാ പറയുന്നത്. ആമേൻ. സ്തോത്രം. കണ്ണു തുറന്ന സ്വർഗവുമായി കമ്മ്യൂണിക്കേഷൻ ഉള്ള അഭിഷിക്തനായ ആ ഏലിയാവിന് ഇരട്ടി അഭിഷേകമുള്ള എലീശ, ആമേൻ. സ്തോത്രം. ആമേൻ. ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൻ കരയുകയല്ല, നിലവിളിക്കുകയല്ല. ആമേൻ. സ്തോത്രം. ആമേൻ. അവനിതൊക്കെ കാണുന്നുണ്ട്. അവൻ റൂമിന്റെ ഉള്ളിൽ ഇരിക്കുകയാണെങ്കിലും അവൻ ആത്മമണ്ഡലങ്ങളിൽ വരുന്ന ഭാവവ്യത്യാസങ്ങളെല്ലാം കണ്ടറിയുന്നുണ്ട്. ശത്രു വന്നിരിക്കുന്നതും അതിനപ്പുറത്ത് സ്വർഗീയ ദൂതഗണങ്ങൾ വന്നിരിക്കുന്നു. ഇന്ന് രാത്രി ഒരു ആത്മിക മർമ്മം ആമേൻ ചിലർ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാ. ദൈവത്തിൽ കട്ടുകുമണി പോലെ വിശ്വാസത്തെ ഡെവലപ്പ് ചെയ്ത ദൈവമാകുന്ന നങ്കൂരത്തിന്റെ ആമേൻ. സ്തോത്രം. ആ പാറയിന്മേലാണ് ഞാനും നീ നങ്കൂരമിട്ടിരിക്കുന്നതെങ്കിൽ നീ പ്രാർത്ഥിക്കും മുൻപേ, നീ കരയും മുൻപേ, നീ നിലവിളിക്കും മുൻപേ, ആമേൻ. സ്തോത്രം. ശത്രുവിന്റെ ആമേൻ ഹല്ലേലൂയ ആമേൻ ആ മൂവ്മെന്റിനെതിരായി ദൈവത്തിന്റെ സ്വർഗത്തിലെ ഒരു എതിർ മൂവ്മെന്റ് ആമേൻ നിന്നെ സംരക്ഷണ ചെയ്യുവാൻ, നിന്നെ മറ്റൊരു മണ്ഡലത്തിലേക്ക് എടുത്തു വെക്കുവാൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിന്നെ സംരക്ഷിക്കുവാൻ, നിന്നിലൂടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ അവൻ ഓൾറെഡി ചെയ്തു വച്ചിട്ടുണ്ട്. നീ ഒന്ന് മാത്രം ചെയ്താൽ മതി. കണ്ണിന്റെ ആത്മനയനങ്ങൾ ഉയർത്തിയതൊന്ന് കാണുക. അസ്വർഗീയ സൈന്യത്തിന്റെ ആരവം ചെവികൾ തുറന്ന് ഒന്ന് നീ കേൾക്കുക. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദാസനോട് ദൈവത്തിനാത്മാവ് വ്യക്തമായി ഇന്ന് രാത്രിയിൽ സംസാരിക്കുകയാ. ഞാൻ നിന്നെ ഈ ദേശത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു വാക്യം കൂടെ ദൈവസന്നിധിയിൽ വായിക്കാം. അങ്ങനെ ആമേൻ. ഇത് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. ആമേൻ. സ്തോത്രം. അങ്ങനെ ഈ ദൈവദാസൻ നിലവിളിക്കുകയല്ല, അവനൊരു കാര്യം മനസ്സിലായി. ദൈവം വഴി തുറന്നിട്ടുണ്ട്. ആമേൻ. സ്തോത്രം. അവൻ ആ വിമാനത്തിന്റെ ചില്ലുകളൊക്കെ തട്ടി നോക്കുവാനും ഒക്കെ തുടങ്ങി. ആമേൻ. എവിടെയെങ്കിലും ഓപ്പൺ ആകുന്നുണ്ടോ? അവൻ കാണുന്നത് തുറന്ന വാതിലാ. എവിടെയാ അവൻ തുറന്ന വാതിൽ കാണുന്നത്? ആമേൻ. സ്തോത്ര. വിമാനം എത്രയോ കിലോമീറ്ററുകൾ ആഴത്തിലേക്ക് വന്നു. സമുദ്രത്തിന്റെ 5 കിലോമീറ്റർ 10 കിലോമീറ്റർ ആഴമുള്ള സ്ഥലങ്ങളുണ്ട്. എത്ര കിലോമീറ്ററുകൾ വിമാനം ആഴത്തിലേക്ക് വന്നു. അതിനതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ അവനെ ഭരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? വഴി തുറന്നിരിക്കും. ഇന്ന് രാത്രി വഴിയില്ലെന്ന് ശത്രു നിന്നോട് പറയുന്ന മണ്ഡലത്തിൽ ദൈവം പറയുക, നിനക്ക് ദൈവം വഴി തുറന്നിട്ടുണ്ട്. ആമേൻ. ആര് പറഞ്ഞു വഴി തുറന്നിട്ടില്ലെന്ന്? ദൈവം നിനക്ക് വേണ്ടി വലിയ വഴികൾ തുറന്നു വെച്ചിട്ടുണ്ട്. നിന്റെ ഭയം ഒന്ന് മാറ്റി, സംശയം ഒന്ന് മാറ്റി. ആമേൻ. ആമേൻ. ഒന്ന് ആമേൻ. ദൈവത്തോട് ചേർന്ന് നീ ഇരുന്നേ.
നിനക്ക് കാണാൻ സാധിക്കും. God makes highways. Amen. Praise the Lord. ഹൈവേ തുറക്കുകയാണ് ഇന്ന് രാത്രിയിലും. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് ചിലരെ നോക്കി ഇന്ന് രാത്രി പറയുക, നിന്റെ ജീവിതത്തിൽ ദൈവം തുറന്നിരിക്കുന്നത് ഒരു ചെറിയ വഴിയല്ല. ഹൈവേ, ഹൈവേ, ഹൈവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിനക്ക് രാജാവിന്റെ പ്രതാപത്തോടെ കടന്നു പോകുവാൻ പറ്റുന്ന ഹൈവേ. ആമേൻ. ദൈവം നിന്റെ മുൻപിൽ വചനം പറയുന്നല്ലോ, അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റും. അവൻ അടച്ചാൽ ആർക്കും തുറക്കാൻ പറ്റത്തില്ല. ശത്രു തുറന്നു വരുന്ന വഴികളൊക്കെ നിന്റെ ജീവിതത്തിൽ അവൻ അടയ്ക്കുകയാണ്. എന്നാൽ ദൈവം തുറന്നിട്ടിരിക്കുന്ന വഴി, ആമേൻ, സ്തോത്രം, അവൻ നിന്റെ കണ്ണിൽ കാണിക്കും ഇന്ന് രാത്രി. ആമേൻ, സ്തോത്രം. അവൻ നിന്നോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ഈ ദൂതുകളെ നീ എഴുതി വെക്കണം, പ്രാർത്ഥിക്കണം. രാത്രിയിൽ കർത്താവേ, നീ എന്നോട് ഇടപെട്ടു, വഴി തുറന്നെന്ന് അതെന്നെ കാണിക്കണം ദൈവമേ. ആമേൻ. നമ്മെ വിളിച്ചു ആമേൻ വിശ്വാസത്തിൽ ജനിപ്പിക്കുമ്പോഴേ നിന്റെ ആമേൻ ജീവിതത്തിന് ആവശ്യമായ സകലവും അവൻ ആമേൻ പണിതു വെച്ചിട്ടാ വിളിക്കുന്നത്. ആമേൻ ജനിപ്പിക്കുന്നത് തന്നെ. ആമേൻ. വലിയ അമേരിക്കയിലൊക്കെ അവര് നഗരങ്ങളെ അവർ പണിയും, പട്ടണങ്ങൾ, വലിയ വലിയ പട്ടണങ്ങളെ അവർ പണിയും. നമ്മുടെ ഇന്ത്യയിൽ പണിയുന്നത് പോലെയൊന്നുമല്ല. ആമേൻ, സ്തോത്രം. വലിയ ഇതിനൊക്കെ വളരെ പ്രാഗൽഭ്യമുള്ള വലിയ എഞ്ചിനീയേഴ്സ് ആണ്. ആമേൻ. ടൗൺ പ്ലാനേഴ്സ്, ഡെവലപ്പേഴ്സ് ആണ് ഇത് പണിയുന്നത്. അവർ മനസ്സിൽ കാണും ഒരു 100 കിലോമീറ്റർ ചതുരശ്ര അളവിലുള്ള ഒരു പട്ടണം. ചൈനയിലൊക്കെ പോകണം നമ്മള്. ആമേൻ, സ്തോത്രം. അവിടെ ഞാൻ യൂട്യൂബിൽ കാണാനിടയായി തീർന്നിട്ടുണ്ട്. ഒരു പട്ടണം എന്ന് പറയുമ്പോഴുണ്ടായിരുന്നു. ആമേൻ, പ്രൈസ്. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ലെവലിലുള്ള സംഭവങ്ങളാ ദൈവം ആമേൻ ചൈനയിലൊക്കെ അവർ പണിതിരിക്കുന്നത്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഒരു പ്ലാനറുടെ, ഒരു ഡെവലപ്പറുടെ, സിവിൽ എഞ്ചിനീയർ അല്ല, അതിനേക്കാളൊക്കെ വലിയ ലെവലിലുള്ള ആൾക്കാരാണ്. ആമേൻ. അവരുടെ ഉള്ളിൽ ഒരു 100 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിലുള്ള ആമേൻ പട്ടണം ഉള്ളിൽ കാണും. ആമേൻ. അങ്ങനെയെങ്കിൽ നമ്മുടെ ദൈവം, ആമേൻ, ആമേൻ, സ്തോത്രം, ഞാനും നിങ്ങളും വഴിയില്ല കർത്താവ്, എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ ആമേൻ എന്നൊക്കെ പറയുമ്പോ ദൈവം നിനക്ക് ജീവിക്കാനുള്ള, നീ ജീവിക്കുന്ന ഓരോ നിമിഷത്തിനുമുള്ള രാജകീയമായ ഉയർന്ന ഉന്നതമായ ആമേൻ പ്ലാനുകൾ പണിതു വെച്ചിട്ടാണ് നിന്നെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നടത്തുന്നത് തന്നെ. ആമേൻ. ഈ വിശ്വാസം പുറത്തുനിന്ന് നോക്കുമ്പോൾ വലിയ ശോഭ കുറഞ്ഞതെന്ന് നിനക്ക് തോന്നും. ഞാൻ നിന്റെ പുറത്തെ കണ്ണടച്ച് അകത്തെ കണ്ണൊന്ന് തുറന്നു നോക്കുമ്പോഴാണ് ആമേൻ എന്താണ് സംഭവം എന്ന് കാണുവാനായിട്ട് ഇടയായി തീരുന്നത്. ആമേൻ. ഡേവിഡ് ഒഴിപ്പോയി എന്ന് പറയുന്ന ഒരു വലിയൊരു ദൈവദാസനുണ്ട്, ബിഷപ്പ് ഡേവിഡ് ഒഴിപ്പോയി. യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അറിയാൻ സാധിക്കും. അദ്ദേഹം പ്രൊഫസറായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ. എന്നെ ദൈവം വിളിച്ചു. 18 മണിക്കൂർ ദർശനമാണ് ദൈവം അദ്ദേഹത്തിന് കൊടുത്തത്. 18 മണിക്കൂർ യേശുവിന്റെ ദർശനത്തിൽ കാണാനും തന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന സകലതും യേശു